Social Science, Standard 6, Unit 6, World of Diversities. Questions and answers with meaning. സാമൂഹ്യശാസ്ത്രം 6ാം ക്ലാസ് 6ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ലോകം. ചോദ്യോത്തരങ്ങളുടെ അർത്ഥവിശകലനം. വാട്ട് ഈസ് നോൺ ആസ് എ ക്ലൈമാറ്റിക് റീജിയൻ? കാലാവസ്ഥ മേഖലകൾ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Regions on the Earth's surface that shares almost similar climatic characteristics are known as the climatic region. കാലാവസ്ഥ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥ മേഖലകൾ എന്ന് അറിയപ്പെടും. Explain about the equatorial climatic region. ഭൂമധ്യരേഖ കാലാവസ്ഥ അല്ലെങ്കിൽ മധ്യരേഖ കാലാവസ്ഥ മേഖല, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അക്ഷാംശ രേഖകളുടെ വ്യാപ്തി. ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്, ലാറ്റിറ്റ്യൂഡിനിടയിലാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ സ്ഥിതി ചെയ്യുന്നത്? ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിൽ. ഫ്ലോറ, സസ്യജാലങ്ങൾ. ഹാർഡ്വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി, ആബണി ആൻഡ് റോസ് വുഡ്സ് എക്സെട്ര. മഹാഗണി, ആബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായിട്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഡെൻസ് ഫോറസ്റ്റ്, നിബിഡ വനങ്ങൾ. വാൻഡ, മോസ് ആർ ഓൾസോ സീൻ. പായലും അതുപോലെ തന്നെ മരവാഴകളും ഇവിടെ ധാരാളമായിട്ട് കാണും. ഫോണ എന്ന് വെച്ചാൽ ജന്തുജാലങ്ങൾ. എയ്പ്സ്, ആൾക്കുരങ്ങ്. ലെമേഴ്സ്, കുരങ്ങ് വർഗത്തിൽപ്പെട്ടതാണ്. ഒറാങ്ടൺസ്, കുരങ്ങ് വർഗത്തിൽപ്പെട്ട കുരങ്ങന്മാരാണ്. റെപ്റ്റൈൽസ്, ഇഴജന്തുക്കൾ. ഹിപ്പോപ്പൊട്ടാമസ്, നീർക്കുതിര. ക്രൊക്കഡൈൽ, ചീങ്കണ്ണി. പാരറ്റ്സ്, തത്ത. ഹോൺബിൽസ്, വേഴാമ്പൽ. ഇതാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന ജന്തുജാലം. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ മനുഷ്യജീവിതം പ്രകാരമാണ്. ദ ട്രൈബ്സ് ലൈക്ക് പിഗ്മീസ്, സെമങ്സ്, കുബൂസ്, ഡയാക്സ്. അവിടെയുള്ള ഗോത്രവർഗക്കാരുടെ പേരുകളാണിവ. ആർ ദ ഡ്വല്ലേഴ്സ് ഓഫ് ഇക്വറ്റോറിയൽ ഫോറസ്റ്റ്. മധ്യരേഖാ കാടുകളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരാണിവർ. The collection of forest resources and hunting are their means of livelihood. പ്രധാനമായ ജീവിത ഉപാധി എന്ന് പറയുന്നത്, ജീവിതമാർഗം എന്ന് പറയുന്നത് വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതുമാണ്. They use leaves and sticks to make huts. അത് വടികളും ഇലകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വീടുകൾ നിർമ്മിക്കുന്നത്. Animal skin, bark of trees and leaves are used for dressing. മൃഗത്തിൻ്റെ തോലുകളും മരത്തോലുകളും ഇലകളൊക്കെ ഉപയോഗിച്ചാണ് അവർ വസ്ത്രം ധരിക്കുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഹോട്ട് ഡെസേർട്ട് ക്ലൈമാറ്റിക് റീജിയൻ. ഉഷ്ണമരുഭൂമികളാണ്. ഉഷ്ണമരുഭൂമികൾ അല്ലെങ്കിൽ ചൂടുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖലകളെക്കുറിച്ച് വിശദമാക്കുക. എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. അക്ഷാംശങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് 20 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത്. ഇക്വേറ്ററിൻ്റെ 20 ഡിഗ്രി വടക്കു ഭാഗത്തും 30 ഡിഗ്രി വടക്കു ഭാഗത്ത് അതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ 20 ഡിഗ്രി സൗത്തിനും 30 ഡിഗ്രി സൗത്തിനിടയിലുള്ള ഭാഗമാണ് ഈ ഹോട്ട് ഡെസേർട്ട് ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടുത്തെ സസ്യജാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ഫ്ലോറ, ദ പ്ലാന്റ്സ് കാക്ടി, അക്കേഷ്യ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഡ്രൈ സീസൺസ്. അവിടെ ഈ വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന പ്രധാനപ്പെട്ട 2 ചെടികളാണ് നമ്മളവിടെ വായിക്കുന്നത്. ഒന്ന് കാക്ടി, അക്കേഷ്യ. കള്ളിമുൾ ചെടികളും അക്കേഷ്യ തുടങ്ങിയ പ്രധാന സസ്യജാലങ്ങളാണ് അവിടെ ഉള്ളത്. ഫോണ, അവിടുത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനമായിട്ട് ക്യാമൽസ്, ഡോങ്കീസ്, ഹോഴ്സസ്, ഫോക്സസ്, സ്നേക്സ്, സ്കോർപ്പിയൻ, ലിസാർഡ്സ്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പ് വർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങളൊക്കെയാണ് അവിടെയുള്ള പ്രധാനപ്പെട്ട മൃഗങ്ങൾ. ലൈഫ്, ജനജീവിതം. ഹണ്ടിങ് ആൻഡ് കാറ്റിൽ റയറിങ്. വേട്ടയാടലും കന്നുകാലി വളർത്തലും
are the major means of livelihood of the Aboriginal tribe. ഇവിടെയുള്ള ഗോത്ര ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധിയാണ്. മീറ്റ്, മിൽക്ക്, മില്ലറ്റ്സ്, ഡേറ്റ്സ് എക്സെട്ര ഫോം ദെയർ ഡയറ്റ്സ്. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. പെർമനന്റ് സെറ്റിൽമെന്റ്സ് ആർ ഫൗണ്ട് ഓൺലി അറൌണ്ട് ഒയാസിസ്. മരുപ്പച്ചകളെ ചുറ്റിപ്പറ്റിയാണ് ജനവാസ മേഖലകൾ കൂടുതലായും കാണപ്പെടുന്നത്. The mining of minerals led to the development of this region. ധാതു നിക്ഷേപങ്ങളിലെ ഖനന പ്രവർത്തനങ്ങൾ ഈ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. എക്സ്പ്ലെയിൻ അബൌട്ട് തുന്ദ്ര ക്ലൈമറ്റിക് റീജിയൻ. തുന്ദ്ര കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് വിശദമാക്കുക. എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, അക്ഷാംശങ്ങളുടെ വ്യാപ്തി. ഇറ്റ് ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ ആർട്ടിക് സർക്കിൾ 66½ ആൻഡ് എക്സ്റ്റെൻഡ് അറൌണ്ട് ദ നോർത്ത് പോൾ. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് 66.5 വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്നു. ഫ്ലോറ. മോസ് ആൻഡ് ലിച്ചസ് ആർ സ്മോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് shrubs seen only during short summers. പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം കാണപ്പെടുന്നു. ഫോണ. ജന്തുജാലങ്ങൾ. പോളാർ ബിയേഴ്സ്, ധ്രുവക്കരടികൾ, റെയിൻഡിയർ, സീൽ, നീർനായ, വെയിൽ, തിമിംഗലം, ഫിഷ്, മത്സ്യങ്ങൾ ഇവിടെ കാണപ്പെടും. ഹ്യൂമൻ ലൈഫ്, ജനജീവിതം. ഹണ്ടിങ് സീൽസ്, റെയിൻഡിയേഴ്സ്, പോളാർ ബിയേഴ്സ്. നീർനായയെയും റെയിൻഡിയേഴ്സിനെയും ഹിമക്കരടികളെയും അവർ വേട്ടയാടുന്നു. ആൻഡ് ഫിഷിംഗ്, മത്സ്യബന്ധനവും ആർ ദ ഇൻയൂട്ട് ട്രൈബ്സ് മേജർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഇവയാണ് ഇൻയൂട്ട് ഗോത്രക്കാരുടെ പ്രധാനപ്പെട്ട ജീവിതോപാധി. ദേ ആർ നൊമാഡ്സ്. അവർ സ്ഥിരവാസികളല്ല. ദേ വെയർ ഡ്രസ്സസ് മെയ്ഡ് ഓഫ് ദ ഹൈഡ് ആൻഡ് വൂൾ ഓഫ് ആനിമൽ. തുകൽ കൊണ്ടും രോമനിർമ്മിതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. ഡ്യൂറിംഗ് ദ 6-month ലോങ് വിൻ്റർ ദേ ലിവ് ഇൻ ഇഗ്ലൂസ് മെയ്ഡ് ഓഫ് സ്നോ. 6 മാസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാലത്ത് അവർ ഇഗ്ലു എന്ന് പറയുന്ന മഞ്ഞുകൊണ്ട് നിർമ്മിക്കുന്ന വീടുകളിലാണ് താമസിക്കുന്നത്. ഡ്യൂറിംഗ് സമ്മർ, എന്നാൽ വേനൽക്കാലത്ത് ദേ ലിവ് ഇൻ ഹൗസസ് മെയ്ഡ് ഓഫ് ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഹൈഡ് ഓഫ് ആനിമൽസ്. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചിട്ടുള്ള വീടുകളിലാണ് താമസിക്കുന്നത്.